സുഭാഷിതം. കോമൺ സെൻസ് ഈസ് ദ മോസ്റ്റ് അൺകോമൺ തിങ് ഇൻ ദ വേൾഡ്. പ്രശസ്ത നാടകകൃത്തും 20-ാം നൂറ്റാണ്ടിൻ്റെ ശില്പികളായ തത്വചിന്തകരിൽ ഒരാളുമായ ബെർണാഡ് ഷായുടേതാണ് ഈ ഉദ്ധരണി. കോമൺ സെൻസ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് താൽപ്പര്യം പൂർണ്ണമായും ഉൾക്കൊള്ളാവുന്ന മലയാള പദം ഉണ്ടോ എന്ന് സംശയം തോന്നിയതിനാലാണ് വിവർത്തനത്തിന് ശ്രമിക്കാതെ ഇംഗ്ലീഷ് പ്രയോഗം അതേപടി ഉദ്ധരിച്ചത്. സാമാന്യബോധം, കാര്യവിവേകം തുടങ്ങിയ ചില പദങ്ങൾ കൊണ്ട് തൃപ്തി അടയുകയാണ് നാം പതിവ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയേണ്ട സമയത്ത് പറയുക, പറയരുതാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, ചെയ്യരുതാത്തതൊന്നും ചെയ്യാതിരിക്കുക, അതിനാരെയും പ്രേരിപ്പിക്കാതിരിക്കുക, ചെയ്യേണ്ടത് ധീരമായി ചെയ്യുക, എത്തേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി എത്തുക, എത്തേണ്ടാത്ത സ്ഥലങ്ങളിൽ എത്തുവാൻ ശ്രമിക്കാതിരിക്കുക തുടങ്ങി ശരിയായ ജീവിതക്രമത്തിലേക്ക് നമ്മെ നയിക്കാൻ ആവശ്യമായ ഗുണദോഷ വിവേചന വിചാരം ആണ് കോമൺ സെൻസ്. കോമൺ സെൻസ് ഉണ്ടാകുവാൻ അതിബുദ്ധിമാനായിരിക്കണമെന്നില്ല. അതിബുദ്ധിമാനായതുകൊണ്ട് മാത്രം കോമൺ സെൻസ് ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. ഇത്രയും പരത്തി പറയാതെ തന്നെ അതേ അർത്ഥം കിട്ടുന്നൊരു വാക്ക് മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്: വിവേകം. ഈ വിവേകം എന്ന പദത്തിൽ നിന്നാണ് കുമാരനാശാൻ ആരംഭിച്ച മാസികയ്ക്ക് വിവേകോദയം എന്ന പേര് വന്നത്. ബംഗാളിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രമല്ല അത്. വിവേകത്തിൻ്റെ ഉദയമാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ച പേരാണ് അത്. വിവേകശൂന്യമായ പ്രവൃത്തി, അവിവേകം കൊണ്ട് ചെയ്ത പ്രവൃത്തി എന്നും മറ്റും നാം പറയുക പതിവാണല്ലോ. അത്തരം പ്രവൃത്തികളിലാണ് നാം ഔചിത്യരാഹിത്യം കാണുന്നത്. ഉചിതമല്ലാത്ത പ്രവൃത്തി എന്ന് തന്നെ വിവക്ഷ. ഔചിത്യമാണ് പ്രധാനം എന്ന കാര്യം നമുക്കറിയാമല്ലോ. അനൗചിത്യാദൃതേ ന അന്യത് രസഭംഗസ്യ കാരണം എന്ന് ക്ഷേമേന്ദ്രൻ പറഞ്ഞത് കാവ്യത്തിലെ രസനിഷ്പത്തിയെക്കുറിച്ചാണെങ്കിലും ദൈനംദിന പ്രവൃത്തികൾക്കും അത് ബാധകമാണ്. അനൗചിത്യമാണ് രസം മുറിയുന്നതിന് പ്രധാന കാരണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഉദാഹരണത്തിന്, ഉച്ചയ്ക്ക് 1 മണിക്ക് നിർത്തേണ്ട ഒരു യോഗം പലവിധ കാരണങ്ങളാൽ 1:30 വരെ നീണ്ടുപോയി എന്ന് കരുതുക. 1:30 കഴിഞ്ഞാണ് കാര്യപരിപാടിയിലെ അവസാനത്തെ ഇനമായ നന്ദിപ്രകടനത്തിന് ചുമതലപ്പെട്ട ആളെ വിളിക്കുന്നത്. അയാൾ 2 മിനിറ്റ് കൊണ്ട് ഈ കൃത്യം നിർവഹിച്ചാൽ സദസ്യരെല്ലാം അതിനെ ഉചിത പ്രവൃത്തിയായി കൊണ്ടാടും. മറിച്ച് അയാൾ 10 നിമിഷം ഘോരഘോരം പ്രസംഗിച്ചാൽ അതിന് അനൗചിത്യം എന്നല്ലാതെ എന്തു പറയാൻ പറ്റും? ഈ അനൗചിത്യത്തിന് കാരണമായത് അയാളിലെ കോമൺ സെൻസിൻ്റെ അഭാവമാണ്. ദിവസം മുഴുവൻ പ്രസംഗങ്ങൾ കേട്ട് ക്ഷീണിച്ചും വിശന്നും ഇരിക്കുകയാണ് സദസ്യർ എന്നും എത്രയും പെട്ടെന്ന് യോഗം അവസാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഉള്ള വസ്തുത ഉൾക്കൊണ്ട് നന്ദിപ്രകാശനം പെട്ടെന്ന് തീർക്കാഞ്ഞത് അയാളുടെ കോമൺ സെൻസിൻ്റെ അഭാവത്താലാണ്. ഒരുപക്ഷെ യോഗത്തിൽ ചർച്ച ചെയ്ത വിഷയത്തിൽ അവിടെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ മൗലിക നിരീക്ഷണങ്ങൾ നന്ദിപ്രകടനത്തിൽ അയാൾ ഉന്നയിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്ത് ഫലം? തൻ്റെ പാണ്ഡിത്യവും വിശകലന സാമർഥ്യവും പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമല്ല അതെന്ന് തിരിച്ചറിയുന്നതിനുള്ള കോമൺ സെൻസ് അയാൾക്കുണ്ടായില്ലല്ലോ. നന്ദിപ്രകാശകന്റെ കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രവണത. നിരവധി പേർ അവരുടെ പ്രവർത്തന മേഖലയിൽ അങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. കോമൺ സെൻസ് ഒരു അപൂർവ വസ്തുവാണെന്നർത്ഥം. കോമൺ എന്ന വാക്കിന് പൊതുവിൽ എവിടെയും കാണാവുന്നത് എന്ന അർത്ഥം ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ കോമൺ സെൻസ് തീരെ കോമൺ അല്ല, പൊതുവിൽ എവിടെയും കാണപ്പെടുന്നതുമല്ല എന്ന് സഹജമായ നർമ്മഭാവത്തിൽ അവതരിപ്പിക്കുന്നു. സബ്കോ സന്മതി തേ ഭഗവൻ എന്ന മഹാത്മാഗാന്ധിയുടെ ഇഷ്ടസ്തുതിയിലെ പ്രസിദ്ധമായ വരിയുടെ ഓർക്കാം. എല്ലാവർക്കും സൽബുദ്ധിയുണ്ടായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന സൂചനയാണല്ലോ അതിലുള്ളത്. എല്ലാവർക്കും കോമൺ സെൻസ് ഉണ്ടാവട്ടെ എന്നൊരു പുതിയ അപേക്ഷ കൂടി നിത്യപ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. സുഭാഷിതം. അവതരിപ്പിച്ചത് പ്രൊഫസർ എം ഹരിദാസ്.